ചെമ്പ് തോണ്ടിയവന്മാരൊക്കെ ഇപ്പൊ എവിടെയാ? ഇലക്ഷന്റെ സമയത്താണ്. എന്നിട്ടും ആ ലൂർദ് മാതാവ് എന്നെ കാത്തില്ലേ? ഇവിടെ മയ്യനാട്ടെന്ന് ഒരു വിശ്വാസി എന്നല്ല പറയണ, അവന് പേരിന് മുമ്പ് വേറൊരു വാക്കാണ് ചേർക്കേണ്ടത്. എനിക്കിപ്പോഴും അയാളുടെ മുഖം ഓർമ്മയുണ്ട്. ഞങ്ങൾക്കിവിടെ മയ്യനാട്ടൊരു മാതാവുണ്ട്, അയാൾ ഇവിടെ കൊടുത്തില്ല, തൃശ്ശൂര് കൊണ്ടുപോയി കൊടുത്തു. ഓ, നല്ല രോദനം. അപ്പോ ഇതൊന്നുമല്ല നമുക്ക് വിഷയം. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഒളിമ്പിക്സ്. ഞാൻ ഈ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരു മോഡലേ എടുത്തുള്ളൂ. ഈ പറയുന്ന തിരുവനന്തപുരത്തൊരു ആമയിഴഞ്ചാൻ തോട്, അതുപോലെ തന്നെ കരിക്കകം ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൂടിയാണ് അത് ഒഴുകി വരുന്നത്. ഇത് ടൂറിസത്തെ സംബന്ധിച്ച് എന്താണ്? കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഭൂതം കാക്കുന്ന ഒരു നിധി എന്ന നിലയ്ക്ക് ഒരു കാരണവശാലും കേരളത്തിന് ഒരു ടൂറിസം മന്ത്രിയെ തൃശ്ശൂരുകാര് സമ്മാനിച്ചെങ്കിൽ ആ ടൂറിസം മന്ത്രിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്ന് BJP ഭരണത്തിൽ NDA നേതൃത്വത്തിൽ ഭരണം ഉറപ്പിക്കുന്നുവോ അന്ന് ഇതിലെല്ലാം ഗണ്യമായ മാറ്റങ്ങൾ നിങ്ങൾ കാണും. കാരണം പിന്നീട് വരാൻ പോകുന്നത് ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരാണ്. 6 മാസം കൊണ്ട് തെളിയിക്കും. അടുത്ത ഏപ്രിൽ മെയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ 7 or 8 സീറ്റുണ്ടെങ്കിൽ അതിൽ 4 ഉറപ്പായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ. അത് അക്കൗണ്ട് പൂട്ടിച്ചത് നിങ്ങളല്ല. നിയമം അക്കൗണ്ട് അങ്ങനെ ഒരാൾക്കും തല ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ പൂട്ടിച്ചു എന്ന് പറയാനൊക്കത്തില്ല. നാണിച്ച് തല കുനിച്ച് പറയാം, ഞങ്ങൾ ചില രാഷ്ട്രീയ വിക്രിയകളിലൂടെ വക്രത്തിലൂടെ അത് നശിപ്പിച്ചു എന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാൻ സാധിക്കൂ. അത് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയല്ല ചെയ്യുന്നത്. നേമം മണ്ഡലത്തിലെ ജനങ്ങൾ BJP ഭരണം നേമം അടക്കമുള്ള മണ്ഡലങ്ങളിൽ നേടും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് നേടിയിരിക്കും. അതിലൊന്നും ഭയപ്പെട്ട് ഇപ്പോഴേ മന്ത്രി പുങ്കവന്മാരൊന്നും ഒരുപാട് ഇളകണ്ട. അതിന്റെ ആവശ്യമില്ല. ജനങ്ങൾ തീരുമാനിക്കട്ടെ. നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞങ്ങളുമല്ല തീരുമാനിക്കുന്നത്, ജനങ്ങൾ തീരുമാനിക്കും. ആ ജനങ്ങൾ തീരുമാനിക്കട്ടെ. കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് ഭരണം പിടിക്കുക എന്ന് തന്നെയായിരിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച തീവ്രമായ പ്രചരണത്തിന്റെ സത്യസന്ധമായ വളരെ ആത്മാർത്ഥമായ പ്രചരണ പ്രയത്നം. അതൊരു യജ്ഞമായിരിക്കണം. അതുകൊണ്ട് നമുക്കല്ല ഗുണമുണ്ടാവുന്നത്. കൊല്ലത്ത് ഞാനൊരു പക്ഷെ ജനിച്ചത് ഇവിടെ അല്ല എങ്കിൽ പോലും എന്നിൽ ഇന്ന് ആ പാർലമെന്റിൽ ചെന്നിരിക്കുമ്പോൾ, എന്റെ മന്ത്രി കസേരകളിൽ ചെന്നിരിക്കുമ്പോ എനിക്ക് എല്ലാ തരത്തിലുള്ള എന്റെ നല്ല സുഹൃത്ത് ബന്ധം എന്നെ നേർവഴിക്ക് നയിച്ച എന്റെ ഗുരുവൃന്ദം, എനിക്ക് 2 സരസ്വതി ക്ഷേത്രങ്ങൾ, എന്റെ ഇവിടുത്തെ ആരാധനാലയങ്ങൾ, എന്റെ അച്ഛനും അമ്മയും, ഇവിടുത്തെ വായു, ഇതെല്ലാം എനിക്ക് ഒരവകാശവും എന്റെ മേൽ ഒരു അവകാശവും സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഉത്തരവാദിത്വമാണ് ഈ അവസാന ദിവസങ്ങളിൽ ഒരിടത്തെങ്കിലും വന്ന് എന്റെ ഹൃദയം ഇവിടെ പങ്കുവെക്കണമെന്നത്. ഞാൻ രാഷ്ട്രീയമേ അല്ല സംസാരിച്ചത്. രാഷ്ട്ര നിർമ്മാണത്തിന് കൊല്ലം കൂടി പങ്കാളികളാകൂ. മോദി ഭരണത്തിന്റെ നന്മ കൊല്ലത്തും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയോ സ്വപ്നം കാണുകയോ അല്ല. ഇതെന്റെ നിശ്ചയം കൂടിയാണെന്ന് കരുതി എല്ലാവരും എനിക്കൊപ്പം അണിചേർന്ന് എന്റെ രാഷ്ട്രീയ കക്ഷിയുടെ സ്ഥാനാർത്ഥികളെ 56 പേരെയും ജയിപ്പിക്കാൻ നിങ്ങൾ പ്രയത്നിക്കണം. സമ്മതിദായകർ മണ്ണിന് വേണ്ടി വോട്ട് ചെയ്യണം. നമ്മുടെ മണ്ണിന് വേണ്ടി വോട്ട് ചെയ്യണം. ഒരു രാഷ്ട്രീയക്കാരന്റെ മണ്ണല്ലത്.